മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ നേതാക്കളുടെ ചടുല നീക്കങ്ങൾ. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പ് ഡൽഹിയിലെത്തി. 50-ലേറെ MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് KC വേണുഗോപാലിന്റെ അവകാശവാദം. സ്വീകരിക്കാൻ വൻ ആൾക്കൂട്ടമെത്തുന്നത് അണികളുടെ വികാരമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് VD സതീശൻ പക്ഷം. ആലുവയിൽ VD സതീശന്റെ വീട്ടിൽ ഇപ്പോഴും നേതാക്കൾക്ക് പുറമെ നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തുന്നത്. നിയുക്ത MLA-മാരായ TJ വിനോദും ദീപക് ജോയിയും VD സതീശനെ വീട്ടിലെത്തിക്കണ്ടു. ആ ദൃശ്യങ്ങൾ നാളെയാണ് കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷി യോഗം. ഇന്ന് സംസ്ഥാനത്തെത്തുന്ന AICC നിരീക്ഷകർ നിയുക്ത MLA-മാരെ പ്രത്യേകം കണ്ട് അഭിപ്രായം തേടും. ഇന്നും നേതാക്കൾക്കായി വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ, തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ആലുവയിൽ നിന്ന് ലാൽകൃഷ്ണ എന്നിവർ ചേരുന്നു. ആദ്യം ഡൽഹിയിലേക്ക് അർജുൻ പീതാംബരൻ, ഡൽഹിയാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. ഹൈക്കമാൻഡാണ് കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ എപ്പോഴാണ് കേരളത്തിലേക്ക് എത്തുക? എന്താണിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? അർജുൻ. ദിലീപ് കുമാർ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര്? ഈ ചർച്ചകൾ ഔദ്യോഗിക തലത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഇതിനോടകം തന്നെ മുതിർന്ന നിരീക്ഷകരെ കേരളത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ അജയ് വാക്കനും രണ്ടുപേരും ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിലായിരിക്കും ഇവർ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നാണ് ഈ നേതാക്കളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച വിവരം. ഇവരുമായി രാവിലെ ഒരു പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. എന്നാൽ നിലവിൽ നിരീക്ഷകർ വ്യക്തമാക്കുന്ന കാര്യം ആദ്യം കേരളത്തിലെത്തട്ടെ, അവിടെ MLA-മാരുമായിട്ട് സംസാരിക്കട്ടെ, അവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം അറിഞ്ഞ് അത് ഹൈക്കമാൻഡിനെ അറിയിച്ചതിന് ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുമായി സംസാരിക്കാം എന്നുള്ളൊരു പ്രതികരണമാണ് നിലവിൽ ഈ ഒബ്സർവർമാരിൽ നിന്നും നിരീക്ഷകർമാരിൽ നിന്നും നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും അവർ ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരിക്കും തിരുവനന്തപുരത്ത് എത്തുക. അതിനുശേഷം MLA-മാരെ പ്രത്യേകം കാണും. അതിനു ശേഷം നാളെ ഒരുപക്ഷെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് തൊട്ടു മുൻപ് MLA-മാരെ ഒരുമിച്ചും ഈ നിരീക്ഷകർ കാണുമെന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ആ ഒരു റിപ്പോർട്ട് ഇവിടെ ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും മുൻപാകെ ഈ നിരീക്ഷകർ സമർപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹൈക്കമാൻഡ് ഈ ഒരു പേരുകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. നിലവിൽ 3 ഫ്രണ്ട് റണ്ണേഴ്സാണ് നമുക്കറിയുന്ന പോലെ മുഖ്യമന്ത്രി പദത്തേക്ക് എത്തുന്നത്. അത് KC വേണുഗോപാൽ, VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തുന്നു. അദ്ദേഹം ഇതിനോടകം തന്നെ ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കേരള ഹൗസിലേക്ക് എത്തും. ഇന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നത് മഹാരാഷ്ട്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകൾക്കാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വരവിലെ അജണ്ട. പക്ഷേ മഹാരാഷ്ട്ര കോൺഗ്രസിൽ DCC തലത്തിലുള്ള, അതുപോലെ തന്നെ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള പുനഃസംഘടനയുടെ ചില ചർച്ചകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അതിന് പുറമെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ഈ നേതാക്കളുമായിട്ടും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്കുള്ള കളമൊരുങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വിഷയങ്ങളും മുഖ്യമന്ത്രി വിഷയങ്ങളും ആ ഒരു ഘട്ടത്തിൽ കൂടിക്കാഴ്ചയായി ചർച്ചയാകും എന്നുള്ള കാര്യം തന്നെ അറിയുന്നുണ്ട്. എന്തായാലും 5 ദിവസം മുതൽ 7 ദിവസത്തിനകം തന്നെ ചർച്ചയിലൂടെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചർച്ചകളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ പോകുന്നത് ഡൽഹി ആയിരിക്കും. ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും 2 ദിവസത്തിനകം തന്നെ നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് എത്തും. അതിനുശേഷം ചർച്ചകൾക്ക് കേന്ദ്രമാവുക ഡൽഹി തന്നെയായിരിക്കും. ദിലീപ് കുമാർ. ആരാകും കേരള മുഖ്യമന്ത്രി? എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്. കോൺഗ്രസിന്റെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തും. അവർ MLA-മാരുടെ അഭിപ്രായം തേടും. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും കേരള മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിൽ. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളവരാണ്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും അതുപോലെ എറണാകുളത്ത് നിന്ന് ലാൽകൃഷ്ണയും നൽകേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.